കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. കുംഭമേള നടക്കുന്ന പ്രദേശത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്കും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ടെന്നാണ് IDM ശാസ്ത്രജ്ഞ സോമസൻ റോയ് അറിയിച്ചിരിക്കുന്നത്. കുംഭമേള നടക്കുന്ന തെക്കു കിഴക്കൻ UP-യിൽ നിന്ന് മഴയ്ക്കും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ടെന്ന് സോമസൻ റോയ് പറയുന്നു. മൂടൽമഞ്ഞ് വളരെ സാന്ദ്രമാണ് എങ്കിൽ പോലും അതിന്റെ ആഘാതം കൂടുതലായിരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇക്കാരണത്താൽ ഈ പ്രദേശത്ത് നിന്നും നാളെയും ഞങ്ങൾ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനുവരി 18 മുതൽ പ്രത്യേകിച്ച് മലയോര സംസ്ഥാനങ്ങളിൽ മഴ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനുവരി 21, 22 തീയതികളിൽ മൂന്നാമത്തെ വെസ്റ്റേൺ ഡിസാസ്റ്റർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നു. മെഡിറ്ററേനിയനിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴയും മഞ്ഞും കൊണ്ടുവരുന്ന ഒരു താഴ്ന്ന മർദ്ദ കൊടുങ്കാറ്റാണ് വെസ്റ്റേൺ ഡിസാസ്റ്റർ എന്ന് പറയുന്നു. ഈ മേഖലയിലെ ശൈത്യകാല മഴയ്ക്ക് WD ഒരു പ്രധാന കാരണമാണ്. ഇന്ന് വെസ്റ്റേൺ ഡിസാസ്റ്റർ പാകിസ്ഥാനിലാണുള്ളത്. പ്രേരിതമായ ചുഴലിക്കാറ്റ് ദക്ഷിണ ഹരിയാനയിലും ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്നലെ മഴ പെയ്തിരുന്നു. വെസ്റ്റേൺ ഡിസാസ്റ്റർ ചുഴലിക്കാറ്റ് കിഴക്കോട്ട് നീങ്ങുകയാണ്. അതിനാൽ കുന്നിൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ UP-യിലും ഇടിമിന്നൽ ഉണ്ടാകുമെന്നും കുന്നിൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ജനുവരി 18 മുതൽ 19 വരെ മറ്റൊരു ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. അതേസമയം മഹാകുംഭമേളയുടെ ഭാഗമായി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. 10 രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗ സംഘം പുണ്യസ്നാനത്തിനായി പ്രയാഗ്രാജിലെത്തിയിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരമാണ് സംഘം മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയതും. കഴിഞ്ഞ ദിവസമാണ് സംഘം എത്തിയത്. ഫിജി, ഫിൻലാൻഡ്, ഗയന, മലേഷ്യ, മൗറീഷ്യസ്, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നായിരുന്നു പ്രതിനിധികൾ എത്തിയതും. ഉത്തർപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരുക്കിയ ടെന്റ് സിറ്റിയിലായിരുന്നു പ്രതിനിധി സംഘത്തിന്റെ താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതും. കഴിഞ്ഞ ദിവസം എത്തിയ സംഘം മഹാകുംഭമേള നടക്കുന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു. പിന്നീട് ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർ സംഘത്തെ ടെന്റ് സിറ്റിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. സംഘത്തിന്റെ അത്താഴവും വിശ്രമവും ടെന്റ് സിറ്റിയിലാണ് ഒരുക്കിയിരിക്കുന്നതും. സംഘം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് മഹാകുംഭമേളയുടെ കാഴ്ചകൾ ആസ്വദിക്കാമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1:30 പര്യടനം അവസാനിക്കും. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത ശേഷം സംഘം വിമാനത്താവളത്തിലേക്ക് പോകും. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയുടെ 4ാം ദിവസം വരെയും കണക്കുകൾ പ്രകാരം 6 കോടിയിലധികം വിശ്വാസികളാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തിരിക്കുന്നതും. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.